2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് എന്നതാണ് സർക്കാരിന്റെ വാദം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ തിരിച്ചടിയുണ്ടാകും എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആശങ്ക. അതേസമയം വനിതാ സംവരണ ബില്ലിന്റെ ഭാഗമായി നടത്തേണ്ട മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് വലിയ അവാസ്തവ പ്രചാരണം നടക്കുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു. വനിതാ സംവരണ ബിൽ അവതരണത്തിന് അനുമതി തേടി നടത്തിയ ചർച്ചയിലും അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലും ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയുമെന്ന പ്രചാരണം തെറ്റാണ് എന്നും കേരളം, തമിഴ്നാട്, കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. एक सबसे बड़ा नैरेटिव खड़ा किया जा रहा है, भ्रांति फैलाई जा रही है कि ये जो 3 विधेयक है, संविधान संशोधन विधेयक और 2 कानून, डिलिमिटेशन का और संघ क्षेत्र के चुनाव के कानून में बदलाव, वो आने से दक्षिण की क्षमता लोकसभा में बहुत कम हो जाएगी और सदन की 543 सीटों की संख्या के 5.15% कर्नाटक के सांसद यहां पर आते हैं. ये बिल पारित होने के बाद, संविधान संशोधन होने के बाद कर्नाटक की संख्या हो जाएगी 28 से बढ़कर 42 और प्रतिशत लोकसभा में 816 में हो जाएगा 5.14. तो जरा भी नुकसान कर्नाटक को नहीं होगा. दूसरा राज्य है आंध्र प्रदेश. इनकी अभी 25 सीटें हैं आंध्र प्रदेश की और अब की स्थिति में उसका प्रतिशत प्रतिनिधित्व 4.60 है, 4.60. अब इसमें भी 50% लगभग वृद्धि होगी तो सीटें हो जाएगी 38 और 4.60 की जगह 4.65% उनकी शक्ति हो जाएगी. तेलंगाना में 17 सीटें हैं अभी और उनकी शक्ति 543 के सदन में प्रतिशत 3.13 है. अब उसमें 50% की वृद्धि होगी और सीटें हो जाएगी 26 और 3.13 की जगह 3.18% उनकी क्षमता. तमिलनाडु, इतने सारे लोग काले कपड़े पहनकर आए हैं. मैं तमिलनाडु की जनता को भी आश्वस्त करना चाहता हूं कि आपकी शक्ति कम नहीं होगी, बढ़ रही है. ഒരു സംസ്ഥാനങ്ങളോടും നീതികേട് കാണിക്കില്ല. സീറ്റുകളുടെ വർധന ആനുപാതികമായിരിക്കും. ആകെ 543 സീറ്റുകളുള്ള നിലവിലെ സാഹചര്യത്തിൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വിഹിതം 23.76% ആണ്. ആകെ സീറ്റ് 816 ആകുമ്പോൾ ഇത് 23.9% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നും അമിത്ഷാ സഭയെ അറിയിച്ചു. अभी तमिलनाडु की सदन में प्रतिशत स्ट्रेंथ 7.18% है, वो बढ़कर हो जाएगी 7.23. तो तमिलनाडु को भी कोई नुकसान नहीं. केरला में 20 सांसद हैं, 3.68% इनका स्ट्रेंथ है. 20 की जगह 30 सांसद होंगे और 3.68 की जगह होगा 3.67. अब कुल मिलाकर दक्षिण का जो पूरा नैरेटिव बनाया जाता है उसको अगर हम सोचते हैं तो अभी 543 सीटों में जो आपके द्वारा बनाया गया है उसमें 129 सांसद इस सदन में बैठते हैं. मान्यवर लगभग 23.76% दक्षिण के सांसदों का यहाँ शक्ति है. अब 50% वृद्धि होने के बाद 129 की जगह 195 सांसद बैठेंगे और उनकी शक्ति 23.97% मतलब 24% होगी.
तो शक्ति बढ़ नहीं रही है, कम नहीं हो रही है, बढ़ रही है. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ പാർലമെന്റിൽ നിലപാട് വ്യക്തമാക്കുമ്പോഴും എന്തുകൊണ്ടാണ് ബില്ലിൽ അല്ലെങ്കിൽ ബില്ലിന്റെ കരടിൽ ഒക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാത്തത്? അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും 50% വീതം അധിക സീറ്റുകൾ നൽകുകയും അങ്ങനെ 816 സീറ്റുകളിലേക്ക് കുറഞ്ഞത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും എന്നത് ബില്ലിൽ പരാമർശിക്കുന്നില്ലല്ലോ എന്ന പ്രതിപക്ഷ ചോദ്യമുയരുന്നു. അതിന് ആഭ്യന്തരമന്ത്രിയാണ് ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകുന്നത് എന്നതായിരുന്നു അമിത്ഷായുടെ മറുപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്ന് 11 മണിക്ക് വീണ്ടും സഭയിൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇന്നലെ തീപാറുന്ന ചർച്ച എന്ന് തന്നെ പറയാം. ഇരുവിഭാഗവും ചരിത്രമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ സംസാരമുണ്ടായിരുന്നു. വനിതാ സംവരണം അല്ലെങ്കിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയത് കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. അങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ജാതി സംവരണം പോലെയുള്ള വിഷയങ്ങൾ പോലും സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇന്നും അത്തരത്തിൽ തന്നെ വാദപ്രതിവാദങ്ങൾക്കല്ലേ സാധ്യത? വൈകിട്ട് 4 മണിക്കാണല്ലോ വോട്ടെടുപ്പ്. അഭിലാഷ്, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നടത്തിയ ഒരു പ്രസംഗം ഈ ഘട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ക്രെഡിറ്റ്, വനിതാ സംവരണ ബിൽ പാസ്സായാൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ ചിത്രം ചേർത്ത് സർക്കാരിന്റെ ചിലവിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകാൻ, വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിന് പിന്നിൽ നിങ്ങളാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ പരസ്യം നൽകാൻ സർക്കാർ ചിലവിൽ തയ്യാറാണ് എന്ന മോദി പറഞ്ഞത് ഇതിന്റെ മറ്റൊരു നീക്കമായി, കേന്ദ്രത്തിന്റെ മറ്റൊരു നീക്കമായി കൂടി കാണണം. കാരണം ഇന്നലെ മോദി പറഞ്ഞത് വനിതാ സംവരണ വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ മറ്റൊരു കുരുക്കിലേക്ക് ചാടിക്കുകയാണ് ചെയ്തത്. ആദ്യം മുതൽ തന്നെ നമുക്കറിയാം 360 ആളുകളുടെ പിന്തുണ വേണം ലോക്സഭയിൽ ഈ ബില്ല് പാസ്സായി വരാൻ. BJP അല്ലെങ്കിൽ NDA സർക്കാരിന് 360 പേരുടെ പിന്തുണയില്ല. ഇനിയും പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കാനായി അത്ര ആളുകൾ ഇല്ലതാനും. പ്രധാനമായും നമുക്കറിയാം മമതാ ബാനർജി ഒരു തരത്തിലും ഈ ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. കാരണം BJP-യുമായി അത്ര അധികം പോര് നടത്തുന്ന ഒരാൾ കൂടിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അഖിലേഷ് യാദവിന്റെ SP ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ പാർലമെന്റിൽ ശക്തമായ ഭാഷയിൽ അഖിലേഷ് യാദവ് സംസാരിക്കുകയും മറ്റും ചെയ്തു. കോൺഗ്രസിന്റെ പിന്തുണ പ്രതീക്ഷിക്കുകയേ വേണ്ട. അത്തരത്തിൽ ലോക്സഭയിൽ സീറ്റെണ്ണമുള്ള കക്ഷികളുടെ ഒന്നും പിന്തുണ പ്രതീക്ഷിക്കാതെ സർക്കാർ ഇത്തരമൊരു നീക്കവുമായി എന്തിനു മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യം ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ജിജ്ഞാസ ഉയർത്തുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധി ബില്ലുകൾ വന്നപ്പോൾ അത് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പിച്ചായിരുന്നു സർക്കാർ നീക്കം. പക്ഷേ ഇത്തവണ ഈ ബില്ലിന്റെ പ്രത്യേകത ഭരണഘടനാ ഭേദഗതി അടക്കം വേണം. സ്വാഭാവികമായും 3/2 ഭൂരിപക്ഷമില്ലാതെ ഇത് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അമിത്ഷായുടെയും ഒപ്പം പ്രധാനമന്ത്രിയുടെയും ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നത്. ഇന്നലെ തുടർച്ചയായി നടത്തിയ പ്രസംഗങ്ങൾ അതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. പക്ഷേ അതിനൊക്കെ ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാക്കൾ മറുപടി പറയുകയും ചെയ്തു. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മറ്റും ചാണക്യൻ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി സഭയിൽ സംസാരിച്ചത്. താങ്കളുടെ ചാണക്യ തന്ത്രങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി സൃഷ്ടിക്കുക പ്രയാസമാണ് എന്ന് മറ്റും പ്രിയങ്ക സംസാരിച്ചത് സഭയിൽ ചിരി പടർത്തുകയും മറ്റും ചെയ്തു. അത്രത്തോളം എന്താണ് ഭരണപക്ഷത്തിന്റെ മുന്നിലുള്ള അടുത്ത നീക്കം എന്നുള്ളത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 4 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിൽ സ്വാഭാവികമായും ഈ ബില്ല് പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ജനങ്ങളോട് സർക്കാർ എന്താകും പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് വേണ്ടിയാണ്, അതായത് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് എല്ലാവർക്കും എന്ന് മോദി ഇന്നലെ സഭയിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വനിതകൾക്ക് വേണ്ടി ഇന്ത്യൻ വികസന യാത്രയിൽ സ്ത്രീകളെ ഭരണത്തിന്റെ ഭാഗമാക്കാനുള്ള വലിയ അവസരമാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലെന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ആവർത്തിച്ച് പറയുന്ന പശ്ചാത്തലം ഇതുമായി ചേർത്ത് വെക്കുകയും മറ്റും വേണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ബില്ല് എന്ന് പറയുമ്പോൾ ഇതിനെ എതിർത്തു എന്നുള്ളൊരു പേരുദോഷം പ്രതിപക്ഷ കക്ഷികളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു നീക്കം കൂടി ഇവരുടെ ഭരണപക്ഷയുടെ ഭാഗത്തുണ്ട് എന്നത് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ സഭയിൽ അത് തന്നെയായിരിക്കും ഇന്ന് സംഭവിക്കുക. രാജ്യസഭയിലും സമാനമായി തന്നെ ഉള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അവിടെയും 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് NDA സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒന്നാണ്. സമാനമായി തന്നെ ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. മറ്റ് പല രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തുലോം വിരളമാണ് താനും. അഭിലാഷ്. നിലവിലെ സാഹചര്യത്തിൽ ഈ പാർലമെന്റിൽ ചർച്ചകൾക്ക് ശേഷം ലോക്സഭയിൽ ഇന്ന് വൈകിട്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ ബില്ല് പാസ്സാക്കപ്പെടുവാനുള്ള സാധ്യത തുലം തുച്ഛം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.